15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളന ദിവസം ഇന്ന് ധനവിനിയോഗ ബില്ലും ധനബില്ലുകളും പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് പ്രതിപക്ഷ നിസ്സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധത്തിന് സാധ്യത. ജാർഖണ്ഡിൽ എയർ ആംബുലൻസ് തകർന്നു വീണ് 7 മരണം. അപകടം റാഞ്ചി വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നതിന് പിന്നാലെ തകർന്നത്. പൊള്ളലേറ്റ രോഗിയുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം. അപകട കാരണം മോശം കാലാവസ്ഥയെന്ന് സൂചന. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോൺക്രീറ്റ് സ്ലാബ് വീണ് മരിച്ച 3 പേരുടെ സംസ്കാരം ഇന്ന്. കെട്ടിടം തകർന്നതിൽ വിശദീകരണത്തിന് ഇന്ന് രാവിലെ മേയർ മാധ്യമങ്ങളെ കാണും. കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ മാർച്ചിന് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് ഇടതുമുന്നണി. സീറ്റ് വിഭജന ഉഭയകക്ഷി ചർച്ചകൾ ഇന്നു മുതൽ. ഘടകകക്ഷികളുമായി CPIM പ്രത്യേക ചർച്ച നടത്തും. CPIയുമായി മണ്ഡലങ്ങൾ വെച്ചുമാറുന്നതിലും ഉടൻ തീരുമാനം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം കടുപ്പിച്ച് KGMOA. തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ ഇന്ന് കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കും. ആശുപത്രി സൂപ്രണ്ടിനും DMOയ്ക്കുമെതിരായ അതിക്രമത്തിൽ നടപടി വേണമെന്നും ആവശ്യം. ജമ്മുകശ്മീരിൽ സൈന്യവും പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ത്രാഷി 1 സമ്പൂർണ്ണ വിജയം. 62 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ വധിച്ചത് 7 പാകിസ്ഥാൻ ഭീകരരെ. സംയുക്ത പരിശോധന നടന്നത് കിഷ്ത്വാറിലെ കൊടും കാടുകളിലും പർവ്വതനിരകളിലും. UEFA ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ പ്രതീക്ഷയോടെ കരുത്തർ ഇന്ന് കളത്തിലിറങ്ങും. പ്ലേ ഓഫിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനും ഇന്റർ മിലാനും നിർണായകം. ന്യൂകാസലിനും ലെവർക്യൂസനും ഇന്ന് കളത്തിൽ. T20 ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും പാകിസ്ഥാനും നേർക്കുനേർ. സെമി പ്രതീക്ഷ നിലനിർത്താൻ പാകിസ്ഥാന് ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 7-ന് കാൻറ്റിയിൽ.